നമസ്കാരം. ബ്രെയിനി ബയോളജിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC HSC നാച്ചുറൽ സയൻസിന്റെ ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പാർട്ട് ബി മൊഡ്യൂൾ 3-ലെ സെൽ ആൻഡ് മോളിക്കുലർ ബയോളജിയിൽ വരുന്ന സെൽ ബയോളജി, ഡെവലപ്മെന്റ് ആൻഡ് സ്കോപ്പ്, ദെൻ സെൽ തിയറി ആൻഡ് ഇറ്റ്സ് മോഡേൺ വേർഷൻ. ഈ രണ്ട് ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. കോശജീവശാസ്ത്രം, അതായത് സെൽ ബയോളജി, വികസനവും വ്യാപ്തിയും. സെൽ ബയോളജി, ഡെവലപ്മെന്റ് ആൻഡ് സ്കോപ്പ്, അതിനെക്കുറിച്ചാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. കോശങ്ങളെ കുറിച്ചുള്ള പഠനമാണ് കോശജീവശാസ്ത്രം. എല്ലാവർക്കും അറിയാം അല്ലെ? സെല്ലുകളെ കുറിച്ചുള്ള സ്റ്റഡീനെയാണ് നമ്മൾ സെൽ ബയോളജി എന്ന് പറയുന്നത്. ഇത് 17-ാം നൂറ്റാണ്ട് മുതൽ ഗണ്യമായി വികസിച്ചു തുടങ്ങി. അതിൽ ഉൾപ്പെടുന്ന പ്രധാന സംഭവ വികാസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് സെൽ ബയോളജിയുടെ ഡെവലപ്മെന്റിൽ ഉണ്ടായ പ്രധാന സംഭവ വികാസങ്ങളും നാഴികക്കല്ലുകളുമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. കോശങ്ങളുടെ കണ്ടെത്തൽ, കോശ സിദ്ധാന്തത്തിന്റെ രൂപീകരണം, സൂക്ഷ്മദർശിനിയിലും തന്മാത്രാ ജീവശാസ്ത്രത്തിലുമുള്ള പുരോഗതി. അതായത് ആദ്യം കോശങ്ങളെ കണ്ടെത്തി, അവിടെ തൊട്ടാണ് സെൽ ബയോളജി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് കോശ സിദ്ധാന്തം രൂപീകരിക്കപ്പെട്ടു. സൂക്ഷ്മദർശിനി, അതായത് മൈക്രോസ്കോപ്പിയിലും തന്മാത്രാ ജീവശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? മോളിക്കുലർ ബയോളജി, ഇതിലുമുള്ള പുരോഗതി. ഇതൊക്കെയാണ് പ്രധാന സംഭവ വികാസങ്ങൾ. ഈ പുരോഗതികൾ കോശഘടന, കോശപ്രവർത്തനങ്ങൾ, കോശങ്ങൾ എങ്ങനെ പ്രതിപ്രവർത്തിച്ച ബഹുകോശ ജീവികളെ രൂപപ്പെടുത്തുന്നു, അതായത് കോശത്തിന്റെ സ്ട്രക്ചർ, കോശത്തിന്റെ ഫങ്ഷൻ, അതുപോലെ കോശങ്ങൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം രൂപപ്പെടുന്നു തുടങ്ങിയവയെ കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ പുരോഗതികളെല്ലാം കോശങ്ങളുടെ കണ്ടെത്തലും അതുപോലെ തന്നെ കോശ സിദ്ധാന്തവും മൈക്രോസ്കോപ്പിലും അതുപോലെ തന്നെ മോളിക്കുലർ ബയോളജിയിലും ഒക്കെ ഉണ്ടായ ഡെവലപ്മെന്റുകളും എല്ലാം കോശത്തെക്കുറിച്ചുള്ള നമ്മളുടെ ഐഡിയ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അവബോധം കുറേയേറെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യകാല കണ്ടെത്തലുകളും കോശ സിദ്ധാന്തവും നമുക്ക് നോക്കാം. 1665-ലാണ് റോബർട്ട് ഹുക്ക് ആദ്യമായി കോർക്ക് കലകളിലെ കോശങ്ങളെ നിരീക്ഷിക്കുന്നത്. അദ്ദേഹം നിരീക്ഷിച്ചപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കോശത്തിന്റെ പുറത്തുള്ള സെൽ വോൾ ആയിരുന്നു അല്ലെ, കോശഭിത്തിയാണ് അദ്ദേഹം കണ്ടെത്തിയത്. കുഞ്ഞ് അറകൾ എന്നല്ല, അല്ലെങ്കിൽ ചെറിയ മുറി എന്നർത്ഥം വരുന്ന സെൽ എന്ന വാക്ക് അദ്ദേഹം ഈ കോശങ്ങളെ അല്ലെങ്കിൽ ഈ സ്ട്രക്ചറുകളെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചു. അങ്ങനെ സെൽ എന്നുള്ള വാക്ക് ആദ്യമായി യൂസ് ചെയ്തത് റോബർട്ട് ഹുക്കാണ്. അദ്ദേഹം നിരീക്ഷിച്ച കോർക്ക് കോശങ്ങളിലെ അല്ലെങ്കിൽ കോർക്ക് ടിഷ്യൂവിലെ ചെറിയ ചെറിയ ഹെക്സഗണൽ ഷേപ്പ് ഉള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ ചേംബേഴ്സ്, സ്മോൾ ചേംബേഴ്സിനെയാണ് അദ്ദേഹം സെൽ എന്ന് വിളിച്ചത്. ആക്ച്വലി അതിലെ സെല്ലുകൾ, കോശങ്ങള് ചത്തതും ജീവനുള്ള കോശങ്ങളുടെ യാതൊരു സങ്കീർണത ഇല്ലാത്തതുമായിരുന്നു. എങ്കിലും കോശങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ്? റോബർട്ട് ഹുക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഫാദർ ഓഫ് സെൽ ബയോളജി എന്ന് അറിയപ്പെടുന്നു. റോബർട്ട് ഹുക്കാണ് ഫാദർ ഓഫ് സെൽ ബയോളജി. അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ പ്രസിദ്ധീകരിച്ചത് മൈക്രോഗ്രാഫിയ എന്ന ബുക്കിലാണ്. അത് രണ്ടും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്തത് 1674-ല് ആന്റൺ വോൺ ലിവൻഹോക്ക് എന്ന സയന്റിസ്റ്റ് ബാക്ടീരിയ, പ്രോട്ടോസോവ എന്നിവ ഉൾപ്പെടെയുള്ള ജീവനുള്ള കോശങ്ങളെ മെച്ചപ്പെട്ട മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ച് ആദ്യമായി നിരീക്ഷിച്ചു. അപ്പൊ ജീവനുള്ള കോശങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ്? ആന്റൺ വോൺ ലിവൻഹുക്ക് ആണ്. കോശങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ എഴുതണ്ടേ? റോബർട്ട് ഹുക്ക് അല്ലെ. കോശങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്ക് ആണ്. ജീവനുള്ള കോശങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആന്റൺ വോൺ ലിവൻഹുക്ക് ആണ്. 1839-ല് കോശ സിദ്ധാന്തം. എല്ലാ ജീവജാലങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്നും കോശങ്ങൾ ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് ആണെന്നും പ്രസ്താവിച്ചുകൊണ്ട് മാത്തിയാസ് സ്ലെഗഡനും തിയോഡർ ഷ്വാനും കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. 1858-ല് എല്ലാ കോശങ്ങളും നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് റുഡോൾഫ് വിർച്ചോ കോശ സിദ്ധാന്തത്തിൽ കൂട്ടിച്ചേർത്തു. അപ്പൊ ഇതൊക്കെ പ്രധാന സംഭവ വികാസങ്ങളാണ്. സെൽ ബയോളജിയുടെ ഡെവലപ്മെന്റിലെ പ്രധാന സംഭവ വികാസങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മൈക്രോസ്കോപ്പിലും മോളിക്കുലർ ബയോളജിയിലും ഉണ്ടായ പുരോഗതി കാരണം 1880-കളുടെ അവസാനത്തില് മൈക്രോസ്കോപ്പിയിലും സ്റ്റെയിനിങ് ടെക്നിക്കുകളിലും ഉള്ള പുരോഗതികൾ
കോശഘടനകളെയും മൈറ്റോസിസ്, മിയോസിസ് പോലുള്ള പ്രക്രിയകളെയും വിശദമായി നിരീക്ഷിക്കാനായിട്ട് അനുവദിച്ചു. മൈക്രോസ്കോപ്പുകൾ കുറച്ചുകൂടി എന്താ പറയുക, കൂടിയ അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ കൂടിയ മൈക്രോസ്കോപ്പുകൾ, അതുപോലെ സ്റ്റെയിനിങ് ടെക്നിക്കിലുള്ള പുരോഗതികൾ, ഇതെല്ലാം കോശത്തിന്റെ ഘടനയെയും മൈറ്റോസിസ്, മിയോസിസ് പോലുള്ള പ്രക്രിയകളെയും ഒക്കെ വിശദമായി പഠിക്കാനായിട്ട് നമുക്ക് സാധ്യമാക്കി. 1900കളുടെ തുടക്കത്തില് സെൽ ഫ്രാക്ഷൻ പഠനങ്ങളും ജൈവരാസ പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ ബയോകെമിക്കൽ സ്റ്റഡീസ് ആണ് കേട്ടോ. മൈറ്റോകോൺട്രിയ, ഗോൾഗി ഉപകരണം തുടങ്ങിയ കോശഘടകങ്ങളുടെ പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തി. അപ്പോ സെൽ ഫ്രാക്ഷൻ സ്റ്റഡീസും അതുപോലെ തന്നെ ബയോകെമിക്കൽ സ്റ്റഡീസുമാണ് മൈറ്റോകോൺട്രിയ, ഗോൾഗി കോംപ്ലക്സ് തുടങ്ങിയ ഗോൾഗി അപ്പാരറ്റസ് തുടങ്ങിയ കോശ ഘടകങ്ങളുടെ, അതായത് സെൽ ഓർഗനൽസിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് 1900കളുടെ തുടക്കത്തിലാണ്. 1900കളുടെ മധ്യത്തില് DNA ഘടനയുടെ കണ്ടെത്തലും മോളിക്കുലർ ബയോളജി ടെക്നിക്കുകളുടെ വികാസവും കോശജീവശാസ്ത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു. 1900ത്തിന്റെ മധ്യത്തിലാണ് DNA സ്ട്രക്ചർ കണ്ടെത്തിയതും അതുപോലെ തന്നെ മോളിക്കുലർ ബയോളജി ടെക്നിക്കുകളുടെ ഡെവലപ്മെന്റും ഒക്കെ ഉണ്ടായത്. ഇത് ജീൻ എക്സ്പ്രഷൻ, പ്രോട്ടീൻ സിന്തസിസ്, കോശ സിഗ്നലിംഗ് എന്നിവയെക്കുറിച്ചുള്ള പഠനത്തിന് അനുവദിച്ചു. ജീൻ എക്സ്പ്രഷൻ, പ്രോട്ടീൻ സിന്തസിസ്, അതുപോലെ സെൽ സിഗ്നലിംഗ് മുതലായവയൊക്കെ നമുക്ക് പഠിക്കാൻ സാധിച്ചത് 1900ങ്ങളുടെ മധ്യത്തിലാണ്. എന്തിന്റെ ഫലമായിട്ടാണ്? DNA സ്ട്രക്ചർ കണ്ടെത്തലും അതുപോലെ മോളിക്കുലർ ബയോളജി ടെക്നിക്കുകളുടെ ഡെവലപ്മെന്റും ഒക്കെ കൊണ്ടാണ് ഇത് പോസിബിൾ ആയത്. 1900ങ്ങളുടെ അവസാനത്തിലും 2000ങ്ങളിലും മൈക്രോസ്കോപ്പി, അതായത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, കോൺഫോക്കൽ മൈക്രോസ്കോപ്പി മുതലായവ ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ മോളിക്കുലർ ടെക്നിക്ക്, സീക്വൻസിങ്, പ്രോട്ടിയോമിക്സ് മുതലായുള്ള ടെക്നിക്കുകളും ഒക്കെ, അതിലുള്ള ഡെവലപ്മെന്റ് എല്ലാം കോശഘടനയെയും പ്രവർത്തനത്തെയും കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെ കൂടുതൽ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ കോശഘടന, സെല്ലിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് മൈക്രോസ്കോപ്പിയിലെയും അതുപോലെ തന്നെ മോളിക്കുലർ ടെക്നിക്കുകളുടെയും ഡെവലപ്മെന്റ് സാധ്യമാക്കി തന്നു. ആധുനിക കോശജീവശാസ്ത്രം, അതായത് മോഡേൺ സെൽ ബയോളജി ആണ് ഇപ്പൊ നിലവിൽ ഉള്ളത്. മോഡേൺ സെൽ ബയോളജിയാണ്. എന്തിനെയൊക്കെ കുറിച്ചാണ് അത് ഡീൽ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സെൽ സിഗ്നലിംഗ് അല്ലെ, കോശ സിഗ്നലിംഗ്, സെൽ ഡിഫറൻസിയേഷൻ, കോശചക്ര നിയന്ത്രണം, സെൽ സൈക്കിൾ കൺട്രോൾ, ദെൻ കോശചലനം, സെൽ മൂവ്മെന്റ്, കോശങ്ങൾക്കും അവയുടെ പരിസ്ഥിതിക്കും ഇടയിലുള്ള ഇടപെടൽ, സെൽ ഇന്ററാക്ഷൻസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നാഴികക്കല്ലുകൾ. സെൽ ബയോളജിയുടെ ഡെവലപ്മെന്റിലെ പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി സെൽ ബയോളജി മറ്റേതെല്ലാം ജീവശാസ്ത്ര ശാഖകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. ഇന്റർ ഡിസിപ്ലിനറി കണക്ഷനുകൾ നമുക്കൊന്ന് നോക്കാം. കോശജീവശാസ്ത്രം മറ്റ് ജീവശാസ്ത്ര മേഖലകളുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ ആദ്യത്തേത് തന്നെയാണ് ജനിതക ശാസ്ത്രം, ജെനറ്റിക്സ്. ജീനുകൾ കോശ സ്വഭാവത്തെയും വികാസത്തെയും എങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു ജനിതക ശാസ്ത്രം. വികസന ജീവശാസ്ത്രം. എന്താണ് വികസന ജീവശാസ്ത്രം? ഡെവലപ്മെന്റൽ ബയോളജി അല്ലെ. കോശങ്ങൾ എങ്ങനെയാണ്, അതായത് ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ് ഒരു മൾട്ടി സെല്ലുലർ ഓർഗനിസം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് പല സ്വഭാവങ്ങളുള്ള അല്ലെങ്കിൽ പല ഘടനയും ധർമ്മങ്ങളുമുള്ള വിവിധ തരം കോശങ്ങൾ ഉണ്ടാവുകയും അതൊരു പുതിയ ജീവിയായി രൂപപ്പെടുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾക്ക് ഡെവലപ്മെന്റൽ ബയോളജി ഹെൽപ്പ് ചെയ്യുന്നു. കോശങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്നും കലകളായും അവയവങ്ങളായും ക്രമീകരിക്കപ്പെടുന്നുവെന്നും വികസന ജീവശാസ്ത്രം പഠിക്കുന്നു. മോളിക്കുലർ ബയോളജി കോശ പ്രക്രിയകൾക്ക് അടിസ്ഥാനമായ തന്മാത്രാ സംവിധാനങ്ങളെ പരിശോധിക്കുന്നു. മോളിക്കുലർ ബയോളജി എന്താണ്? സെല്ലിനുള്ളിൽ നടക്കുന്ന പ്രോസസ്സുകൾ ഇതിന്റെ മോളിക്കുലർ ലെവലില് എങ്ങനെയാണ് അത് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് സഹായിക്കുന്നു. രോഗപ്രതിരോധ ശാസ്ത്രം, ഇമ്മ്യൂണോളജി. രോഗപ്രതിരോധ വ്യവസ്ഥയിൽ കോശങ്ങളുടെ പങ്ക് അന്വേഷിക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. ക്യാൻസർ ബയോളജിയില് ക്യാൻസറിൽ കോശപ്രക്രിയകൾ എങ്ങനെയാണ് തകരാറിലാവുന്നത്, കോശ വിഭജനത്തിന്റെ നിയന്ത്രണം എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് മുതലായ കാര്യങ്ങളാണ് ക്യാൻസർ ബയോളജിയിൽ പഠിക്കുന്നത്. ഇനി കോശജീവശാസ്ത്രത്തിന്റെ വ്യാപ്തി. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് സെൽ ബയോളജിയുടെ ഡെവലപ്മെന്റും സെൽ ബയോളജിക്ക് മറ്റുള്ള ബയോളജിക്കൽ സയൻസസിനെ അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഓഫ് ബയോളജിയുമായിട്ടുള്ള റിലേഷനെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. ഇനിയുള്ളത് കോശജീവശാസ്ത്രത്തിന്റെ വ്യാപ്തി, അതായത് സ്കോപ്പ് ഓഫ് സെൽ ബയോളജി. കോശജീവശാസ്ത്രത്തിന്റെ വ്യാപ്തി വിശാലമാണ്. കൂടാതെ കോശങ്ങളുടെ ഘടന, പ്രവർത്തനം,
സ്വഭാവം, പരിസ്ഥിതിയുമായുള്ള ഇടപെടൽ എന്നിവയുൾപ്പെടെ എല്ലാ വശങ്ങളെയും കുറിച്ചുള്ള പഠനം ഇതിൽ ഉൾപ്പെടുന്നു. ഇപ്പോ കോശജീവശാസ്ത്രത്തില്, അതായത് നമ്മുടെ സെൽ ബയോളജിയില് കോശങ്ങളുടെ സ്ട്രക്ചറും ഫംഗ്ഷനും മാത്രമല്ല അതിന്റെ ബിഹേവിയർ, അതിന്റെ ഇന്ററാക്ഷൻ വിത്ത് ദ എൻവയോൺമെന്റ്, അതിന്റെ പരിസ്ഥിതികളുമായിട്ടുള്ള അതിന്റെ ഇടപെടൽ, അതായത് ഓരോ കോശവും അതിന്റെ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്ങുമായിട്ട് എങ്ങനെ ഇടപെടുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെയുള്ള പഠനം ഈ സെൽ ബയോളജിയിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കോശങ്ങൾക്കുള്ളിലെ തന്മാത്രാ സംവിധാനങ്ങളെ കുറിച്ചും അവ എങ്ങനെ ആശയവിനിമയം നടത്തുന്നു, പകർത്തുന്നു, ഉത്തേജകങ്ങളോട് പ്രതികരിക്കുന്നു എന്നതിനെ കുറിച്ചും ഇത് ആഴത്തിൽ പഠിക്കുന്നു. സെൽ ബയോളജിയിൽ തന്നെയാണ് നമ്മൾ കോശങ്ങളിലെ തന്മാത്രാ സംവിധാനം, അതിനകത്ത് മോളിക്കുലർ ലെവലിൽ നമ്മൾ പഠിക്കുന്നു. അതുപോലെ തന്നെ കോശങ്ങൾ എങ്ങനെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ അവ എങ്ങനെ സ്റ്റിമുലസുകളോട് പ്രതികരിക്കുന്നു മുതലായ കാര്യങ്ങളെ കുറിച്ചും സെൽ ബയോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ബഹുകോശ ജീവികളിൽ കോശങ്ങൾ വഹിക്കുന്ന വൈവിധ്യമാർന്ന പങ്കിനെ കുറിച്ചും വികസനം, രോഗം, പരിണാമം തുടങ്ങിയ വിവിധ ജൈവ പ്രക്രിയകളിൽ അവയുടെ പങ്കാളിത്തത്തെക്കുറിച്ചും കോശജീവശാസ്ത്രം പര്യവേഷണം ചെയ്യുന്നു. അതായത് ഓരോ മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തില് അതില് ഡിഫറെന്റ് ആയിട്ടുള്ള ധർമ്മങ്ങൾ ഓരോ കോശങ്ങളും നിർവഹിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ കോശങ്ങളുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത്, അതിന്റെ വൈവിധ്യം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതുപോലെ തന്നെ രോഗാവസ്ഥകളിൽ എങ്ങനെയാണ് കോശങ്ങൾ വർക്ക് ചെയ്യുന്നത്, പരിണാമം സംഭവിക്കുന്നത് എങ്ങനെയാണ് തുടങ്ങിയുള്ള ജൈവ പ്രക്രിയകളിലെല്ലാം കോശങ്ങളുടെ പങ്ക് എന്താണ്, ഇതെല്ലാം കോശജീവശാസ്ത്രം പര്യവേഷണം ചെയ്യുന്നുണ്ട്. ഈ സ്കോപ്പിനെ കുറിച്ച് നമ്മൾ വിശദമായി നോക്കുകയാണെങ്കിൽ ആദ്യത്തേത് കോശഘടനയും ധർമ്മവും, സ്ട്രക്ചറും ഫംഗ്ഷനും, സെല്ലിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും, അതാണ് ബേസിക് സ്റ്റഡി എന്ന് പറയുന്നത് അല്ലെ. സെൽ ബയോളജിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഭാഗം സെൽ സ്ട്രക്ചറും സെൽ ഫംഗ്ഷനെയും കുറിച്ചുള്ള സ്റ്റഡിയാണ്. അപ്പൊ ഇതില് അവയവങ്ങൾ, അതായത് സെൽ ഓർഗനൽസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നടക്കുന്നത്. കോശങ്ങൾക്കുള്ളിലെ വിവിധ അവയവങ്ങളുടെ, അതായത് ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ് മുതലായുള്ള റൈബോസോം തുടങ്ങിയ സെൽ ഓർഗനൽസിന്റെ ഘടനയും പ്രവർത്തനവും പരിശോധിക്കുകയാണ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നത്. അതായത് സെൽ ബയോളജിയിൽ സെല്ലിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുന്നു. അടുത്തത് മെംബ്രെയിനുകളെ കുറിച്ച് പഠിക്കുന്നു അല്ലെ. കോശസ്തരങ്ങളുടെ ഘടനയും പ്രവർത്തനവും പഠിക്കുന്നു. ഗതാഗതത്തിലും ആശയവിനിമയത്തിലും അവയുടെ പങ്കുൾപ്പെടെ പഠിക്കുന്നുണ്ട്. അതായത് സെൽ ബയോളജിയിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കിട്ടും, മെംബ്രെയിൻ ബയോളജി എന്നുള്ള രീതിയിൽ, അതായത് സെൽ മെംബ്രെയിനുകളെ കുറിച്ച് പഠനം നടത്തുന്നുണ്ട്. സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും, സെല്ലിനുള്ളിലെ ട്രാൻസ്പോർട്ടേഷൻ, വിവിധ മോളിക്യൂൾസിന്റെ ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അതുപോലെ സെല്ലുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് മുതലായ കാര്യങ്ങളെല്ലാം ഈ മെംബ്രെയിൻ ബയോളജിയിൽ സെൽ ബയോളജിയുടെ ഒരു പാർട്ട് തന്നെയാണ് അല്ലെ. സെൽ ബയോളജിയിൽ അതും പഠിക്കുന്നു. സൈറ്റോസ്കെലറ്റൺ, അതായത് കോശത്തിന്റെ ആകൃതി, അതുപോലെ തന്നെ അതിന്റെ മൂവ്മെന്റ്, ചലനം, ഇൻട്രാസെല്ലുലാർ ഗതാഗതം, അതായത് സെല്ലുകൾക്കുള്ളിൽ കോശാന്തര ഗതാഗതം, ട്രാൻസ്പോർട്ടേഷൻ മുതലായവയെ സൈറ്റോസ്കെലറ്റന്റെ പങ്ക് എന്താണ് എന്നുള്ളതിനെ കുറിച്ചും സെൽ ബയോളജിയിൽ പഠിക്കും. വിവിധ സെല്ലുലാർ പ്രക്രിയകൾ, അതായത് കോശ സിഗ്നലിംഗ്, കോശചക്ര നിയന്ത്രണം, സെൽ ഡിഫറൻസിയേഷൻ, കോശമരണം തുടങ്ങിയ അടിസ്ഥാന പ്രക്രിയകൾ വിശകലനം ചെയ്യുന്നു. ഇനി തന്മാത്രാ സംവിധാനങ്ങളെ കുറിച്ച് ജീൻ എക്സ്പ്രഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, വിവർത്തനം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ, RNA പ്രോസസ്സിംഗ്, ജീൻ എക്സ്പ്രഷന്റെ കൺട്രോൾ എന്നിവയൊക്കെ പര്യവേഷണം ചെയ്യുന്നുണ്ട്. DNA റെപ്ലിക്കേഷനും നന്നാക്കലും, അതായത് ജീനോമിക് സമഗ്രത നിലനിർത്തുന്നതിന് നിർണായകമായ DNA റെപ്ലിക്കേഷന്റെയും നന്നാക്കലിന്റെ എന്ന് പറഞ്ഞാൽ റിപ്പയർ സംവിധാനങ്ങളെ കുറിച്ച് ഇത് പഠിക്കുന്നുണ്ട്. ഉപാപചയം, ഊർജ ഉൽപാദനവും ബയോസിന്തസിസും ഉൾപ്പെടെയുള്ള കോശ രാസവിനിമയം അന്വേഷിക്കുന്നുണ്ട്. അതായത് കോശത്തിനുള്ളിൽ നടക്കുന്ന രാസപ്രക്രിയകളെ കുറിച്ച്, മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ കുറിച്ച് സെൽ ബയോളജി പഠിക്കുന്നു. കോശ സ്വഭാവമാണ് അടുത്തത്, അതായത് സെല്ലിന്റെ ഒരു ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത്. സെൽ സിഗ്നലിംഗ്, വിവിധ സിഗ്നലിംഗ് പാതകളിലൂടെ കോശങ്ങൾ പരസ്പരം എങ്ങനെ ആശയവിനിമയം നടത്തുന്നുവെന്ന് വിശകലനം ചെയ്യുന്നു. കോശചലനം, സെല്ലിന്റെ മൂവ്മെന്റ്സ് എങ്ങനെയാണ്. സെൽ മൈഗ്രേഷൻ, അതായത് കോശ മൈഗ്രേഷൻ, അതുപോലെ അഡീഷൻ, കോശങ്ങൾ തമ്മിൽ എങ്ങനെയാണ് കൂടിച്ചേരുന്നത്, അങ്ങനെയുള്ള പ്രക്രിയകൾ ഉൾപ്പെടെയുള്ള കോശചലനത്തെ കുറിച്ച് അന്വേഷിക്കുന്നു. ദെൻ കോശചക്ര നിയന്ത്രണം, സെൽ സൈക്കിളിന്റെ കൺട്രോൾ എങ്ങനെയാണ് നടക്കുന്നത്, കോശ വിഭജനത്തെയും വളർച്ചയെയും നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കൽ സെൽ ബയോളജിയുടെ പാർട്ടാണ്. സെല്ലുലാർ ഇടപെടലുകൾ, അതായത് കോശങ്ങൾ പരസ്പരം എങ്ങനെ ഇടപഴകുന്നെന്നും അവയുടെ പരിസ്ഥിതിയുമായുള്ള ഇടപെടലുകൾ എങ്ങനെയാണെന്നും പരിശോധിക്കുന്നു. വിവിധ മേഖലകളിലെ ആപ്ലിക്കേഷനുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈദ്യശാസ്ത്രത്തില്
രോഗസംവിധാനങ്ങൾ മനസ്സിലാക്കുന്നതിനും പുതിയ ചികിത്സകൾ വികസിപ്പിക്കുന്നതിനും രോഗനിർണയം മെച്ചപ്പെടുത്തുന്നതിനും കോശജീവശാസ്ത്രം അടിസ്ഥാനപരമാണ്. ഇതൊക്കെ സിമ്പിളായിട്ട് നമ്മൾ ഏതൊക്കെ മേഖലകളിൽ സെൽ ബയോളജി യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെൽ ബയോളജിയിൽ എന്തെല്ലാം പഠിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് സെൽ ബയോളജിയിൽ നിന്ന് മനസ്സിലാകുന്നത്, അതാണ് നമ്മൾ ഇതിന്റെ സ്കോപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സെൽ ബയോളജിയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്, സെൽ ബയോളജിയുടെ സ്കോപ്പ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് വിവിധ മേഖലകളിൽ സെൽ ബയോളജിക്ക് ആപ്ലിക്കേഷൻസ് ഉണ്ട്. വൈദ്യശാസ്ത്രത്തിലുണ്ട്, ബയോടെക്നോളജിയിലുണ്ട്, അഗ്രികൾച്ചറിലുണ്ട്, അതുപോലെ തന്നെ പരിസ്ഥിതി ശാസ്ത്രത്തിലുണ്ട്. അപ്പോൾ ഇനി ഉള്ളത് കൃഷി വിള മെച്ചപ്പെടുത്തുന്നതിനും രോഗപ്രതിരോധ ശേഷിയുള്ള സസ്യങ്ങൾ വികസിപ്പിക്കുന്നതിനും സെൽ ബയോളജി ഗവേഷണം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പരിസ്ഥിതി ശാസ്ത്രം സൂക്ഷ്മജീവി ആവാസ വ്യവസ്ഥയും വിവിധ പാരിസ്ഥിതിക പ്രക്രിയകളിൽ കോശങ്ങളുടെ പങ്കിനെയും കുറിച്ച് പഠിക്കുന്നതിന് കോശജീവശാസ്ത്രം മനസ്സിലാക്കുന്നത് പ്രധാനമാണ്. അടുത്തതാണ് ഉയർന്നു വരുന്ന മേഖലകൾ. ഇനിയും സെൽ ബയോളജിയുടെ ആപ്ലിക്കേഷൻസിൽ എന്തെല്ലാം കാര്യങ്ങൾ പുതിയതായിട്ട് വരുന്നുണ്ട്. സിസ്റ്റംസ് ബയോളജി സങ്കീർണമായ ജൈവ സംവിധാനങ്ങളെ മനസ്സിലാക്കുന്നതിനായി വിവിധ സെല്ലുലാർ മോളിക്കുലാർ പ്രക്രിയകളിൽ നിന്നുള്ള ഡേറ്റ സംയോജിപ്പിക്കുന്നു. നാനോ ബയോടെക്നോളജി കോശങ്ങളെ പഠിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും നാനോ സ്കെയിൽ മെറ്റീരിയലുകളും സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നു നാനോ ബയോടെക്നോളജിയിൽ. സിന്തറ്റിക് ബയോളജി എന്ന് പറഞ്ഞാൽ പുതിയ ജൈവ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുകയാണ് സിന്തറ്റിക് ബയോളജിയിലൂടെ ചെയ്യുന്നത്. ഇതെല്ലാം സെൽ ബയോളജിയുടെ അപ്കമിങ് ആയിട്ടുള്ള ഒരു ഏരിയാസ് ആണ്. സെൽ ബയോളജിയുടെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഇതെല്ലാം. ചുരുക്കത്തില് ജീവശാസ്ത്രത്തിന്റെയും വൈദ്യശാസ്ത്രത്തിന്റെയും മറ്റ് പല മേഖലകളെയും പിന്തുണയ്ക്കുന്ന ഒരു അടിസ്ഥാന മേഖലയാണ് സെൽ ബയോളജി എന്ന് നമുക്ക് പറയാം. ഇത് ജീവിതത്തിന്റെ അടിസ്ഥാന യൂണിറ്റുകളെയും ആരോഗ്യത്തിലും രോഗത്തിലും അവയുടെ പങ്കിനെയും കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നു. അപ്പൊ ഇത്രയാണ് ഡെവലപ്മെന്റ് ആൻഡ് സ്കോപ്പ് ഓഫ് സെൽ ബയോളജിയെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് സെൽ തിയറിയാണ്. സെൽ തിയറി, കോശ സിദ്ധാന്തം നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി എങ്കിലും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. മോഡേൺ സെൽ തിയറിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. കോശങ്ങളുടെ സവിശേഷതയെ പറ്റി വിവരിക്കുന്ന ജീവശാസ്ത്രത്തിലെ ഒരു ശാസ്ത്രീയ സിദ്ധാന്തമാണ് കോശ സിദ്ധാന്തം. ജർമ്മൻ സസ്യശാസ്ത്രജ്ഞനായ മാത്യാസ് ഷ്ലീഡൻ 1838 ധാരാളം സസ്യങ്ങളെ പഠനവിധേയമാക്കുകയും ഈ സസ്യങ്ങൾ വിവിധ തരത്തിലുള്ള കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്നും അവ സസ്യത്തിന്റെ കലകളായി രൂപപ്പെടുന്നു എന്നും കണ്ടെത്തി. അപ്പോ 1838 മാത്യാസ് ഷ്ലീഡൻ, അദ്ദേഹം ജർമ്മൻ ബോട്ടാണിസ്റ്റ് ആയിരുന്നു അല്ലെ, സസ്യശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം സസ്യങ്ങളിലാണ് പഠനം നടത്തിയത്. എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞേ, സസ്യങ്ങള് വിവിധ തരത്തിലുള്ള കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഈ കോശങ്ങൾ ചേർന്ന് സസ്യത്തിന്റെ കലകളായിട്ട്, അതായത് ടിഷ്യൂസ് ആയിട്ട് രൂപപ്പെടുന്നു എന്നും കണ്ടെത്തി. ഇതേ കാലയളവിൽ തന്നെ ബ്രിട്ടീഷ് ജന്തുശാസ്ത്രജ്ഞനായ, അതായത് ബ്രിട്ടീഷിലെ സുവോളജിസ്റ്റ് ആയിട്ടുള്ള അല്ലെ, ബ്രിട്ടനിലെ സുവോളജിസ്റ്റ് ആയിട്ടുള്ള തിയോഡർ ഷ്വാൻ, ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് ആയിട്ടുള്ള തിയോഡർ ഷ്വാൻ 1839 ധാരാളം ജന്തുകോശങ്ങളെ പഠനവിധേയമാക്കി. അപ്പോൾ ഷ്ലീഡനാണ് പ്ലാന്റ്സില്. ഓക്കെ, ഷ്ലീഡൻ പ്ലാന്റ്സ്, അതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ദെൻ ഷ്വാൻ ആനിമൽസിലാണ് ചെയ്തേക്കുന്നത്. അപ്പോ ജന്തുകോശങ്ങളെ ഷ്വാൻ പഠനവിധേയമാക്കുകയും അവയ്ക്ക് ഒരു നേർത്ത ബാഹ്യസ്തരം ഉണ്ടെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. ഇന്ന് ആ സ്ഥലത്തിനെ എന്താ പറയുക, പ്ലാസ്മ സ്തരം എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം സസ്യകലകളിൽ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സസ്യകോശങ്ങളുടെ പ്രത്യേകതയാണ് കോശഭിത്തി എന്ന് സ്ഥിരീകരിച്ചു. ഷ്വാൻ തന്നെ സസ്യകോശങ്ങളിലും പഠനം നടത്തി. എന്നിട്ട് സസ്യകോശങ്ങളുടെ പ്രത്യേകതയായിട്ട് കോശഭിത്തി ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ആനിമൽ സെൽസിന് പ്ലാസ്മ മെംബ്രെയിൻ എന്നുള്ള അല്ലെങ്കിൽ ഒരു കോശസ്തരം ഉണ്ടെന്നും ഒരു മെംബ്രെയിൻ ഉണ്ടെന്നും പ്ലാന്റ് സെല്ലിന് കോശഭിത്തി ഉണ്ടെന്നും സ്ഥിരീകരിച്ചത് ആരാണ്? ഷ്വാനാണ്. ഓക്കെ, ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ശരീരം കോശങ്ങളും അവയുടെ ഉൽപ്പന്നങ്ങളും കൊണ്ട് നിർമ്മിതമാണെന്ന സിദ്ധാന്തത്തിന് ഷ്വാൻ രൂപം കൊടുത്തു. അങ്ങനെ 1839 ഷ്ലീഡനും ഷ്വാനും ചേർന്ന് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചു. എന്നാൽ ഈ സിദ്ധാന്തം പുതിയ കോശങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് വിശദീകരിക്കുന്നില്ല. സെല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ ഈ സെല്ലുകൾ എങ്ങനെ രൂപപ്പെടുന്നു അതിനെക്കുറിച്ച് അവർ യാതൊന്നും
പറഞ്ഞിരുന്നില്ല, യാതൊന്നും വിശദീകരിച്ചിരുന്നില്ല. എങ്കിലും ഷ്ലീഡൻ പറഞ്ഞിരുന്നത് ക്രിസ്റ്റലൈസേഷൻ വഴിയാണ് സെല്ലുകൾ ഫോം ചെയ്യുന്നത് എന്നൊരു അഭിപ്രായം ഷ്ലീഡൻ പറഞ്ഞിരുന്നു. കോശങ്ങൾ വിഭജിക്കുന്നു എന്നും നിലവിലുള്ള കോശങ്ങളിൽ നിന്നുമാണ് പുതിയവ ഉണ്ടാകുന്നതെന്നും ആദ്യമായി വിശദീകരിച്ചത് 1855 റുഡോൾഫ് വിർഷോ ആണ്. അപ്പോ കോശസിദ്ധാന്തത്തില് ഷ്വാനും ഷ്ലീഡനും ചേർന്ന് പ്രഖ്യാപിച്ച കോശസിദ്ധാന്തത്തില് ആകെ കൂടി പറയുന്നത് സസ്യങ്ങളും ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണ്. അതുപോലെ ജീവജാലങ്ങളുടെ എല്ലാം അടിസ്ഥാന യൂണിറ്റ് ആണ്, അല്ലെ? ഘടനാപരവും ജീവധർമ്മപരമായിട്ടുള്ള അടിസ്ഥാന യൂണിറ്റ് ആണ് കോശം എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഈ കോശങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നവർ പറഞ്ഞില്ല. അതിനൊരു ഉത്തരം നൽകിയത് ആരാണ്? റുഡോൾഫ് വിർഷോ ആണ്. അദ്ദേഹം പറഞ്ഞു, നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയവ ഉണ്ടാകുന്നത്. അതായത് നിലവിലുള്ള കോശങ്ങൾക്ക് വിഭജനം സംഭവിച്ചാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതെന്ന് റുഡോൾഫ് വിർഷോ വിശദീകരിച്ചു. അദ്ദേഹം ഷ്ലീഡന്റെയും ഷ്വാനിന്റെയും നിഗമനങ്ങളെ മെച്ചപ്പെടുത്തിക്കൊണ്ട് കോശസിദ്ധാന്തത്തിന് അന്തിമ രൂപം നൽകി. അങ്ങനെ കോശസിദ്ധാന്തത്തിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് അതിന് ഫൈനൽ ആയിട്ടുള്ള ഒരു രൂപം നൽകിയത് റുഡോൾഫ് വിർഷോ ആണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോശസിദ്ധാന്തത്തെ ഇങ്ങനെ മനസ്സിലാക്കാം. ഇപ്പൊ കോശസിദ്ധാന്തത്തിന് പ്രധാനമായിട്ടുള്ള പോസ്റ്റ്ലേറ്റ്സ്: എല്ലാ ജീവജാലങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോശങ്ങളും കോശ ഉൽപ്പന്നങ്ങളും കൊണ്ടാണ്. എല്ലാ കോശങ്ങളും മുൻപ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇതാണ് മാത്തിയാസ് ജേക്കബ് ഷ്ലീഡൻ, തിയോഡർ ഷ്വാൻ, റുഡോൾഫ് വിർഷോ. ഇവരാണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തത്. ഷ്വാനും ഷ്ലീഡനും ചേർന്നാണ് ആദ്യം സെൽ തിയറി 1839 പ്രഖ്യാപിച്ചത്. അത് കഴിഞ്ഞിട്ട് റുഡോൾഫ് വിർഷോ ആണ് അതിന്റെ മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ് ആഡ് ചെയ്തത്. ഓക്കെ, ഇനി ആധുനിക കോശ സിദ്ധാന്തത്തെ കുറിച്ച് നമുക്ക് നോക്കാം. ഇപ്പൊ കോശ സിദ്ധാന്തം എന്താണെന്ന് ഒന്നുകൂടി നമ്മൾ പറയുന്നുണ്ട്. 1839 മാത്തിയാസ് ജേക്കബ് ഷ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്ന് കോശ സിദ്ധാന്തം അവതരിപ്പിച്ചു. എല്ലാ ജീവികളുടെ അടിസ്ഥാന ഘടകമായ കോശത്തിന്റെ സ്വഭാവം വിശദീകരിക്കുന്ന ഒരു സിദ്ധാന്തമാണത്. ജീവശാസ്ത്രത്തിന്റെ വളർച്ചയിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലായി ഇന്നും ഈ സിദ്ധാന്തം നിലനിൽക്കുന്നുണ്ട്. 3 അടിസ്ഥാന തത്വങ്ങളാണ് കോശ സിദ്ധാന്തത്തിനുള്ളത്. ഏതൊക്കെയാണ്? എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. ജീവന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം കോശമാണ്. മൂന്നാമത്തേത്, എല്ലാ കോശങ്ങളും മുമ്പുണ്ടായിരുന്ന ജീവനുള്ള കോശങ്ങളിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. ഇത് മൂന്നുമാണ് കോശ സിദ്ധാന്തത്തിന്റെ പോസ്റ്റ്ലേറ്റ്സ്. ഇനി മോഡേൺ സെൽ തിയറി അല്ലെങ്കിൽ സെൽ തിയറിയുടെ മോഡേൺ വേർഷനിൽ നമ്മളുടെ ഇപ്പോഴത്തെ പുരോഗമനങ്ങളും കൂടി അല്ലെങ്കിൽ സെൽ ബയോളജിയിൽ ഉണ്ടായ വിവിധ പുരോഗതിയും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് മോഡേൺ സെൽ തിയറി അല്ലെങ്കിൽ സെൽ തിയറിയുടെ മോഡേൺ വേർഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആധുനിക കോശ സിദ്ധാന്തം. ഷ്ലീഡനും ഷ്വാനും മുന്നോട്ട് വെച്ച യഥാർത്ഥ കോശ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഇതും നിർമ്മിച്ചിരിക്കുന്നത്. കോശഘടന, പ്രവർത്തനം, ജനിതക ശാസ്ത്രം എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തിലെ പുരോഗതി ഇത് ഉൾക്കൊള്ളുന്നു. പ്രധാന വശങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു. എല്ലാ ജീവജാലങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണ്. ആദ്യത്തെ മൂന്നും സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. എല്ലാ ജീവജാലങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണ്. കോശമാണ് ജീവന്റെ അടിസ്ഥാന യൂണിറ്റ്. എല്ലാ കോശങ്ങളും മുമ്പുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഓംനി സെല്ലുലാർ, ഈ സെല്ലുലാർ. അത് ഓർത്തിരിക്കണം കേട്ടോ. അപ്പൊ ഇത് മൂന്നുമാണ് യഥാർത്ഥത്തിലെ കോശ സിദ്ധാന്തം. പക്ഷെ മോഡേൺ സെൽ തിയറിയിൽ കുറച്ച് അഡീഷൻസും കൂടി വന്നിട്ടുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം അത് എന്തൊക്കെയാണ് പോസ്റ്റ്ലേറ്റ്സ് എന്ന് നമുക്ക് നോക്കിയേക്കാം. കോശ വിഭജന സമയത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന പാരമ്പര്യ വിവരങ്ങൾ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. അതായത് കോശങ്ങളിൽ DNA അല്ലെങ്കിൽ പാരമ്പര്യ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു. അത് കോശ വിഭജന സമയത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നും പറയുന്നുണ്ട്. കോശങ്ങൾക്ക് സമാനമായ രാസഘടനകളും ഭാവജയ പ്രവർത്തനങ്ങളും ഉണ്ട്. അതായത് എല്ലാ കോശങ്ങളുടെയും കെമിക്കൽ സ്ട്രക്ചറും അതുപോലെ തന്നെ മെറ്റബോളിക് ആക്ടിവിറ്റീസും സിമിലർ ആണ്. കോശപ്രവർത്തനം ജീവജാല പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നു. അതായത് ഒരു ജീവിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അതിന്റെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളുടെയും പ്രവർത്തനത്തിന്റെ ആകെത്തുകയാണ്. ഊർജപ്രവാഹം അതായത് ഉപാപചയം കോശങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്നു. കോശങ്ങൾ വെറുതെ സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് അല്ല, പകരം അത് ഡൈനാമിക് ആയിട്ടുള്ള അതില് ധാരാളം ഊർജ പ്രക്രിയകൾ അല്ലെങ്കിൽ ഊർജ പ്രവാഹം നടക്കുന്നുണ്ട് എന്ന്, എനർജി ഫ്ലോ ആ സിസ്റ്റങ്ങളിൽ സംഭവിക്കുന്നു എന്ന് പറയുന്നു. കോശാംഗങ്ങൾ കോശപ്രവർത്തനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അതായത് ഒരു സെല്ലിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ആ സെല്ലിനുള്ളിലെ ഓർഗനൽസിന്റെ പ്രവർത്തനങ്ങളുടെ ആകെത്തുകയാണ് എന്നാണ്.
നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം. എല്ലാ ജീവജാലങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണ്. ആധുനിക വീക്ഷണത്തിന്റെ കേന്ദ്രബിന്ദുവായി അടിസ്ഥാന തത്വം തുടരുന്നു. ഇത് ഏകകോശ ജീവികളെയും ബഹുകോശ ജീവികളെയും അനിമൽ സെൽസിനെയും പ്ലാന്റ് സെൽസിനെയും അല്ലെ യുക്കാരിയോട്സിനെയും പ്രൊക്കാരിയോട്സിനെയും എല്ലാത്തിനും ഉൾപ്പെടുന്നതാണ് ആദ്യത്തെ പോസ്റ്റ്ലേറ്റ്. ഘടനയുടെയും പ്രവർത്തനത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് കോശം. ഒരു ജീവിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് സെൽ എന്നാണ് പറയുന്നത് അല്ലെ. ഇതിനർത്ഥം എല്ലാ ജീവിത പ്രക്രിയകളും നിർവഹിക്കാൻ കഴിവുള്ള ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് കോശം എന്നാണ്. ഇത് ടിഷ്യൂകളെയും അവയവങ്ങളുടെയും പൂർണ്ണ ജീവജാലങ്ങളുടെയും നിർമ്മാണ ബ്ലോക്കാണ്. അതായത് സെല്ലാണ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ബേസിക് യൂണിറ്റ്. അത് തമ്മിൽ ചേർന്ന് ടിഷ്യൂസ് ഉണ്ടാവും, ഓർഗൻസ് ഉണ്ടാവും, ഓർഗാനിസംസ് ഉണ്ടാവും. പക്ഷെ എന്തൊക്കെ ആയാലും ശരി, എല്ലാത്തിന്റെയും ഒരു ബേസിക് യൂണിറ്റ്, ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? സെല്ലാണ്. കോശങ്ങൾ മുമ്പുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഓംനി സെല്ലുല ഈ സെല്ലുല, അതായത് എല്ലാ കോശങ്ങളും കോശങ്ങളിൽ നിന്നുമാണ് വരുന്നതെന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പലപ്പോഴും പറയപ്പെടുന്ന ഈ തത്വം സിദ്ധാന്തത്തിന് ഒരു പ്രധാന കൂട്ടിച്ചേർക്കലായിരുന്നു. സ്വയമേവയുള്ള ഉൽപാദനം എന്ന ആശയത്തെ, അത് ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്റ്റലൈസേഷൻ വഴിയാണ് പ്ലാന്റ് സെൽസ് ഫോം ചെയ്യുന്നതെന്ന് ശ്രീഡൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിന് പകരം സ്വയം ഉണ്ടാകുന്നതാണ് സെല്ലുകൾ എന്നുള്ള ആശയത്തെ നിരാകരിക്കുകയും നിലവിലുള്ള കോശങ്ങളുടെ വിഭജനത്തിലൂടെ മാത്രമേ പുതിയ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ എന്ന് സ്ഥാപിക്കുകയും ചെയ്തു. കോശങ്ങളിൽ പാരമ്പര്യ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് അടുത്തത്. അതൊക്കെ പുതിയ അഡീഷൻസ് ആണ് കേട്ടോ. ക്രോമസോമുകളിൽ സ്ഥിതി ചെയ്യുന്ന DNA ജനിതക വിവരങ്ങളുടെ വാഹകമാണെന്ന് ആധുനിക കോശ സിദ്ധാന്തം തിരിച്ചറിയുന്നു. കോശവിഭജന സമയത്ത് ഈ വിവരങ്ങൾ മാതൃകോശങ്ങളിൽ നിന്ന് മകൾ കോശങ്ങൾ, അതായത് പുത്രികാകോശങ്ങളിലേക്ക് കൈമാറുന്നു. ഇത് സ്വഭാവ വിശേഷങ്ങളുടെ തുടർച്ച ഉറപ്പാക്കുന്നു. കോശങ്ങൾക്ക് സമാനമായ രാസഘടനയും ഉപാപചയ പ്രവർത്തനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അടുത്ത പോസ്റ്റ്. വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും വ്യത്യസ്ത കോശങ്ങളിൽ, പ്രത്യേകിച്ച് ഒരേ ഇനത്തിലെ ജീവികളിൽ, അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളും അടിസ്ഥാന ഉപാപചയ പ്രക്രിയകളും വളരെ സമാനമാണ്. ഡിഫറൻസുകൾ ഉണ്ടെങ്കിൽ പോലും സെല്ലുകളിലൊക്കെ പ്രധാനമായിട്ടും അതിന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളും സെയിം ആണ്. അതുപോലെ തന്നെ അതിൽ നടക്കുന്ന ബേസിക് ആയിട്ടുള്ള മെറ്റബോളിക് ആക്ടിവിറ്റീസും സെയിം ആണ്. പക്ഷേ ഓരോ സെല്ലുകളുടെയും ഫങ്ഷൻ, അതിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് അനുസരിച്ച് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ഇതിലൊക്കെ നടക്കുമെങ്കിലും അടിസ്ഥാനമായിട്ട് ഇവയെല്ലാം സിമിലർ ആണ്. കോശപ്രവർത്തനം ജീവജാല പ്രവർത്തനത്തെ നിർണ്ണയിക്കുന്നു. ഒരു ബഹുകോശ ജീവിയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനം അതിന്റെ വ്യക്തിഗത കോശങ്ങളുടെ സംയോജിത പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമാണ്. അതായത് ഒരു ജീവിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അതിലുള്ള എല്ലാ സെല്ലുകളുടെയും പ്രവർത്തനത്തിന്റെ ഒരു കൂട്ടമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സംയോജിത രൂപമാണ് ഒരു ജീവിയുടെ പ്രവർത്തനം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഊർജ പ്രവാഹം അല്ലെങ്കിൽ ഉപാപചയം കോശങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് അടുത്തത്. കോശങ്ങൾ വെറും സ്റ്റാറ്റിക് ആയിട്ടുള്ള ഘടനകളല്ല, ജീവൻ നിലനിർത്താൻ ഊർജത്തെയും തന്മാത്രകളെയും പരിവർത്തനം ചെയ്യുന്ന സങ്കീർണമായ ജൈവരാസപ്രവർത്തനങ്ങളുടെ സ്ഥലങ്ങളാണ് ഓരോ കോശങ്ങളും എന്നാണ് പറയുന്നത്. അതായത് കോശങ്ങൾ ജസ്റ്റ് സ്ട്രക്ചേഴ്സ് ആയിട്ട് നിൽക്കുകയല്ല, പകരം അതിൽ ഊർജത്തെ, അതായത് ജീവൻ നിലനിർത്താനായിട്ട് ഊർജത്തെ കൈമാറ്റം ചെയ്യുന്ന, അതുപോലെ തന്നെ തന്മാത്രകളെയും ഊർജത്തെയും പരിവർത്തനം ചെയ്യുന്ന, നമ്മള് എന്താ പറയുക, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് എന്നൊക്കെ പറയല്ലേ. അതായത് ഒരു രൂപത്തിൽ നിന്ന് വേറൊരു രൂപത്തിലേക്ക് മാറ്റുകയേ ചെയ്യുന്നുള്ളൂ എന്ന് പറയും. അതുപോലെ തന്നെ തന്മാത്രകളും ദ്രവ്യവും ഊർജവും കൊണ്ടാണ് ഓരോ വസ്തുവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുക അല്ലെ. ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിലും ദ്രവ്യവും ഊർജവുമാണ് അടങ്ങിയിരിക്കുന്നതെന്ന് പറയും. ആ ദ്രവ്യം എന്ന് പറയുന്നതാണ് എന്ത്? തന്മാത്രകൾ, മോളിക്യൂൾസ് അല്ലെ. പിന്നെ എനർജി, മോളിക്യൂൾസും എനർജിയും ചേരുന്നതാണ് ഓരോ സിസ്റ്റംസും. അപ്പോ ജീവൻ നിലനിർത്താൻ ഊർജത്തെയും തന്മാത്രകളെയും പരിവർത്തനം ചെയ്യപ്പെടുന്ന ഒരു സങ്കീർണമായിട്ടുള്ള ജൈവരാസപ്രവർത്തനങ്ങളുടെ സ്ഥലങ്ങളാണ് എന്ത്? ബയോകെമിക്കൽ ആക്ടിവിറ്റീസിന്റെ അല്ലെങ്കിൽ ബയോകെമിക്കൽ റിയാക്ഷൻസിന്റെ ഏരിയാസ് ആണ് ഓരോ സെല്ലും. കോശാംഗങ്ങൾ കോശപ്രവർത്തനത്തിന് കാരണമാകുന്ന നിർദ്ദിഷ്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അതായത് ഒരു ജീവിയിൽ കോശങ്ങൾ എങ്ങനെ അതിന്റെ പ്രവർത്തനത്തിന് ഭാഗഭാഗമാക്കുന്നു, അതേപോലെ തന്നെ ഓരോ കോശത്തിന്റെയും പ്രവർത്തനം എന്നുള്ളത് അതിലെ കോശാംഗങ്ങളുടെ, അതായത് സെൽ ഓർഗനൽസിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു സംയോജിത രൂപമാണ് ഒരു സെല്ലിന്റെ പ്രവർത്തനം. അതുപോലെ പല പല സെല്ലുകളുടെ പ്രവർത്തനങ്ങളുടെ സംയോജിത ഫലമാണ് ഒരു ജീവിയുടെ പ്രവർത്തനം. ഓക്കെ, ശാരീരിക പ്രവർത്തനങ്ങളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ ഇത്രയുമാണ് മോഡേൺ സെൽ തിയറിയിൽ വന്ന അഡീഷൻസ്. അപ്പൊ ഇതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കുക.
ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? സെൽ ബയോളജി, അതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ പ്രധാന നാഴികക്കല്ലുകൾ എന്തൊക്കെയായിരുന്നു, അതുപോലെ തന്നെ സെൽ ബയോളജിയുടെ സ്കോപ്പ് എന്താണ്, സെൽ ബയോളജിക്ക് മറ്റുള്ള ജീവശാസ്ത്ര ശാഖകളുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നൊക്കെ നമ്മൾ കണ്ടു. പിന്നീട് നമ്മൾ സെൽ തിയറി കണ്ടു, സെൽ തിയറിയുടെ മോഡേൺ വേർഷനും കണ്ടു. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഒന്ന് നന്നായിട്ട് പഠിക്കുക, പ്രധാനപ്പെട്ട പോയിന്റുകൾ ഓർത്തിരിക്കുക. അതായത് ഫാദർ ഓഫ് സെൽ ബയോളജി, സെൽ തിയറി ആരൊക്കെയാണ് പ്രപ്പോസ് ചെയ്തത്, അതുപോലെ സെൽ തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണ്, അതിനകത്ത് വന്നിരിക്കുന്ന അഡീഷൻസ് എന്തൊക്കെയാണ്, സെൽ ബയോളജി ഏതൊക്കെ മേഖലകളിലാണ് പ്രയോജനകരമാകുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. See you in my next video. Bye.